അതേസമയം കനത്ത ചൂടിൽ വലയുകയാണ് കേരളം. വരും ദിവസങ്ങളിലും ചൂടിന് ശമനമുണ്ടാകില്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതിനിടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം 6000 മെഗാവാട്ട് കടന്ന് റെക്കോർഡിലെത്തി. കടുത്ത ചൂടിൽ ജനജീവിതം ദുസ്സഹമായി. ഇടുക്കിയും വയനാടും ഒഴികെ മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ചൂട്, 40 ഡിഗ്രി. കൊല്ലത്ത് 38 ഡിഗ്രിയും പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രിയായും താപനില ഉയരുകയാണ്. തിരുവനന്തപുരത്ത് 36 ഡിഗ്രിയാണ് താപനില. ചൂട് കൂടുതലാണ്. നമ്മളിവിടെ നിൽക്കുന്നതുകൊണ്ട് നമുക്കറിയാം ചൂട് ഓവറാണ്. കഴിഞ്ഞ വർഷത്തിനേക്കാളും ചൂട് ഇപ്പോൾ കൂടുതൽ. സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. കാര്യം വെച്ചാൽ എൻ്റെ ഓർമ്മയിൽ ഇത്രയും നല്ലൊരു ചൂട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഭയങ്കര ഗൾഫിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഇത്രയും തീവ്രമായിട്ടുള്ളൊരു ചൂട് ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ട് അനുഭവപ്പെടുകയാണ്. പിടിച്ചിരിക്കാൻ പറ്റില്ല. അതിൻ്റെ ആവട്ടെയാണ് ഞാൻ ഓടുന്നത്, പക്ഷേ ഓടാൻ പറ്റുന്നില്ല. കൊടും വേനലിൽ വൈദ്യുതി ഉപഭോഗം റെക്കോർഡിലെത്തി. ഇന്നലെ 6000 മെഗാവാട്ടിന് മുകളിലായിരുന്നു വൈദ്യുതി ഉപഭോഗം. വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ അസഹനീയമായ തോതിൽ ഇനിയും ചൂട് കൂടുമെന്നാണ് പ്രകൃതി ദുരന്ത നിവാരണ വിഭാഗം പറയുന്നത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.